ഞാൻ ബഹ്റൈനിൽ നിന്ന് സൗദിയിലേക്കുള്ള ഒരു യാത്രയിലാണ്. ബൈ റോഡ് വഴി ബഹ്റൈനിൽ നിന്ന് സൗദിയിലേക്ക് പോകുന്നതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഞാനിതിൽ പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ വളരെ വലിയൊരു വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു വീഡിയോ ആയിട്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പിന്നെ പോകാനാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ സ്വന്തം വണ്ടിയാണെങ്കിൽ പിന്നെ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മളെ വണ്ടി കൊണ്ട് പോയാൽ മതി. പിന്നെ അതിൻ്റെ മുൽക്കിയ കാര്യങ്ങൾ ഒക്കെ കൊടുത്തിട്ട് വണ്ടീൻ്റെ പേപ്പറുകളും നമ്മുടെ ലൈസൻസും അതുപോലെ തന്നെ നമ്മളെ പിന്നെ ID കാർഡ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതിയാവും. കമ്പനി വണ്ടി അല്ലെ മറ്റുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ ഒരു കൺസൈൻ ലെറ്റർ വേണം. ആ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ അവിടുന്ന് പിന്നെ ഇൻഷുർ കാര്യങ്ങൾ എല്ലാം കിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ വേണ്ടത് കാര്യങ്ങൾ എല്ലാം പിന്നെ അതാത് സ്ഥലങ്ങളിൽ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. ബഹ്റൈൻ എന്നത് ചുറ്റും കടലുകളാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ്. ഈ ദ്വീപിൽ നിന്ന് സൗദിയിലേക്ക് കടൽ മാർഗം ഒരു പാലം, ആ പാലത്തിലൂടെയാണ് ഇന്ന് പോകുന്നത്. ഏകദേശം നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. സൗദിയിലേക്ക് പോകുന്ന റോഡാണ്. ഇങ്ങനെ ഒരു ഇൻഷുറൻസ് ഗേറ്റ് ചെയ്യേണ്ടത് വണ്ടിയുടെ ഈ ഏരിയയിലാണ് നമ്മൾ ഇൻഷുർ ചെയ്യേണ്ടത് വണ്ടി. ഇവിടെ ഒരു ദിവസത്തേക്ക് ഏകദേശം 1.5 ദിനാറ് റേറ്റ് വരുന്നുണ്ട്. 3 ദിവസത്തേക്കാണെങ്കിൽ 2.5 ദിനാറ് റേറ്റ്. അങ്ങനെയാണ് പിന്നെ ഇൻഷുറൻസിൻ്റെ ചാർജ് ഇവിടെ ഈടാക്കുന്നത്. ഓരോ വണ്ടികൾ ഇതേപോലെ പിന്നെ അവർ ചോദിക്കുന്ന ഡോക്യുമെന്റുകളെല്ലാം കൊടുത്തിട്ട് ഇൻഷുർ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഇൻഷുറൻസിൻ്റെത്. ഒരു ദിവസത്തേക്ക് 1,200 ബീഡിയാണ് വരുന്നത്. ഇനിയൊരു ടോൾ ഗേറ്റ് ഉണ്ട്. ഈ ടോൾ ഗേറ്റിൽ നമുക്ക് വരുന്നത് 1 സൈഡ് ആണെങ്കിൽ 2.5 ദിനാറാണ് വരുന്നത്. 2 സൈഡ് ആണെങ്കിൽ 5 ദിനാറാണ് വരുന്നത്. ഇവിടെ ഫാസ്ടാഗ് പോലുള്ള ഒരു കൗണ്ടർ ഉണ്ട്. അവിടെ നമുക്ക് ഫാസ്ടാഗ് പോലുള്ള ഈ ജസർ അതുണ്ടെങ്കിൽ അവിടെ പോവാം. അല്ലാത്ത ആളുകളെല്ലാം പൈസ അടവിലോ കാർഡാണെങ്കിലോ ഈ ഒരു ലൈനിൽ നിന്നിട്ട് എന്താണെന്ന് അറിയില്ല. എന്നോട് അവിടെ നിന്ന് പൈസ വാങ്ങിയിട്ടില്ല. ഇനി ബഹ്റൈൻ്റെ നാഷണൽ ഡേ ആയതുകൊണ്ടുള്ള എന്തെങ്കിലും ഓഫറുകളോ കാര്യങ്ങളോ എന്താണോ എന്ന് അറിയില്ല. ഏതായാലും പൈസ വാങ്ങാതെയാണ് പിന്നെ ആ ടോൾ ഗേറ്റിൽ നിന്ന് ഞാൻ പോന്നിട്ടുള്ളത്. ഇതാണ് ബ്രിഡ്ജ് തുടങ്ങുന്ന ഏരിയ. 2 ഭാഗത്തും കടലാണ്. പിന്നെ നടുക്ക് ഈ പാലം. അങ്ങനെ പിന്നെ ഇതാണ് ഒരു അത്ഭുതമാണ്. ഇത് കടലിന്റെ നടുവിലൂടെ ഒരു പാലം പണിത് വെച്ചിട്ട് കുറെ ഇതിന് മില്യൺ കണക്കിന് റിയാലുകൾ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. സൗദിയാണ് ഇതിന് ഏറിയ പങ്കും ചെലവ് വഹിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഇടയ്ക്ക് ചെറിയ ദ്വീപുകളൊക്കെ ഉണ്ട്. ഇതിൽ നമ്മുടെ കൊച്ചിയിലെ വല്ലാപ്പാടം കണ്ടെയ്നർ ടെർമിനലൊക്കെ അല്ലേ, അതുപോലെയുള്ളൊരു സമയം കുറച്ച് ദൂരം കടലിലൂടെ കായലാണ്, കായലിലൂടെ പാലം, പിന്നെ ചെറിയ ദ്വീപുകൾ, പിന്നെ അങ്ങനെ ഇവിടെ കടലിലൂടെ ഇത് ചെറിയൊരു ദ്വീപാണ്. 2 ഭാഗത്തും ശരിക്കും കടലുകൾ കാണാം. പിന്നെ നമുക്ക് പാലം. കുറെ ആളുകൾ സൗദിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് അപ്പുറത്തെ സൈഡിലുള്ളത്. ഇത് ഇവിടുന്ന് സൗദിയിലേക്ക് പോകുന്നു. ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ബഹ്റൈനിലെ ഈ എമിഗ്രേഷൻ കൗണ്ടറാണ്. ഇതിൽ നമ്മൾ പാസ്പോർട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, പിന്നെ എക്സിറ്റ് അടിക്കണം. ബഹ്റൈനിൽ എക്സിറ്റ് അടിച്ചിട്ട് പോകണം. ഇവിടെ അതുപോലെ റെസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തൊട്ടടുത്തൊരു പള്ളിയാണ്. അവിടെ കുറേ ഫുഡിൻ്റെ സംഗതികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോകാൻ പറ്റും. നമ്മളതിനൊന്നും നിൽക്കുന്നില്ല, നമുക്ക് സമയമില്ല. ഇപ്പം തന്നെ വൈകിട്ടുണ്ട്. അതുകൊണ്ട് നേരെ നമ്മൾ ഈ കൗണ്ടറിലേക്ക് പോവാം. നമ്മളിവിടെ പാസ്പോർട്ട് കൊടുത്ത സമയത്ത് അവർ പറഞ്ഞു ഈ കൺസൈൻ ലെറ്ററിൽ ഈ ട്രാഫിക്കിൻ്റെ കോസ്വേ ട്രാഫിക്കിൻ്റെ ഒരു സീല് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കോസ്വേൻ്റെ ട്രാഫിക്കിൻ്റെ ഓഫീസിൽ പോയി അവിടുന്ന് സീല് വാങ്ങിയിട്ട് തിരിച്ചു വന്ന സമയത്ത് നമുക്ക് ഒരു കസ്റ്റം പേപ്പർ വന്നു. ഈ കസ്റ്റം പേപ്പർ നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ടും വെക്കേണ്ടതുണ്ട്.
നമ്മൾ വളരെ ഈസി ആയിട്ട് പിന്നെ ഈ ബഹ്റൈൻ്റെ ബോർഡർ കഴിഞ്ഞു. ഇനി സൗദി ബോർഡറിലേക്കാണ് പോകുന്നത്. ഇത് സൗദി ബോർഡറാണ്. അങ്ങനെ ഒരു വിധത്തിലെല്ലാം കഴിഞ്ഞു. കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ കുറേ കാലം മുമ്പ് ഇവിടെ സൗദിയിൽ പിന്നെ ഒരു 10-20 വർഷം മുമ്പ് സൗദി ജയിൽ വഴിയായിരുന്നു നാട്ടിലേക്ക് പോയിരുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ കുഴപ്പമില്ലാണ്ട് പിന്നെ സൗദിയിലെ പിന്നെ പോലീസ് കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് പിന്നെ പുറത്ത് വിട്ടു. കുഴപ്പമൊന്നുമില്ല. ഞാൻ സൗദിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. സൗദിയുടെ ഭാഗത്തുള്ള പാലാണിത്. ബഹ്റൈൻ്റെ പാലം കഴിഞ്ഞു. ഇനി സൗദിയുടെ പാലമാണ് ഇത്. നേരെ ദമാമിലേക്ക് ദമാമ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ദൂരെ കാണുന്നതാണ് ദമാമ്. ദമാമ് അൽക്കോബാർ എന്ന് പറയാം. ഏകദേശം സൗദി ദമാമിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അൽക്കോബാറാണ്. അൽക്കോബാറിലെത്തിയിട്ടുണ്ട്. ഞാനങ്ങനെ സൗദിയിൽ പോയിട്ട് ബഹ്റൈനിൽ ഇപ്പോൾ തിരിച്ചെത്തി. ഇത് പിറ്റേ ദിവസമാണ്. പിന്നെ ഇതിൽ പിന്നെ പോകുന്ന സംഗതിയിൽ ഞാൻ പിന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ ആദ്യം നമുക്ക് വേണ്ടത് പിന്നെ നമ്മുടെ സ്വന്തം വണ്ടിയാണെങ്കിൽ പിന്നെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. നേരിട്ട് ഇങ്ങനെ പിന്നെ ഇൻഷുറൊക്കെ എടുത്തിട്ട് പോന്നാൽ മതി. നമ്മുടെ സ്വന്തം വണ്ടിയല്ല, കമ്പനി വണ്ടിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൺസേൺ ലെറ്റർ വേണം. ഈ കൺസേൺ ലെറ്ററും കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം, ഇൻഷുറൻസിൻ്റെ അവിടെ പോയിട്ട് ഈ ലെറ്റർ കാണിച്ചു കൊടുക്കാം. പക്ഷെ എന്നോട് ലെറ്റർ ചോദിച്ചിട്ടില്ല. ഈ പല സമയത്തും അവിടെ ലെറ്റർ ചോദിക്കുന്നവരത്. ആ ലെറ്റർ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇൻഷുർ എടുക്കുക. ഒരു ദിവസത്തേക്ക് 1,200 ആണ് പിന്നെ BD ആണ് വരുന്നത്, ബഹ്റൈൻ ദിനാർ. അത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പിന്നെ ബോർഡറിലേക്ക് വരുമ്പോൾ ബോർഡറിൽ പിന്നെ നമ്മുടെ പിന്നെ ബഹ്റൈൻ്റെ ബോർഡർ വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല. അതായത് നമ്മൾ പിന്നെ പോകുന്ന സമയത്ത് ട്രാഫിക്കിൻ്റെ ഒരു സ്ഥലമുണ്ട്, ഞാൻ കാണിച്ചിരുന്നു. ആ ട്രാഫിക്കിൻ്റെ സ്ഥലത്ത് വന്നിട്ട് എന്ത് ചെയ്യാം, അവിടുന്ന് ഒരു സീല് വാങ്ങണം. നമ്മുടെ കൺസേൺ ലെറ്ററിൽ ഒരു സീല് വാങ്ങണം. ആ സീല് വാങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ നമ്മുടെ പാസ്പോർട്ട് കൊടുത്തിട്ട് പാസ്പോർട്ടിൽ പിന്നെ സീൽ ചെയ്തിട്ട് അവിടുന്ന് ഒരു കസ്റ്റം ഒരു ക്ലിയറൻസിൻ്റെ ഒരു പിന്നെ പേപ്പർ കിട്ടും. ആ പേപ്പർ നിർബന്ധമായിട്ട് നമ്മൾ വാങ്ങിയിട്ട് കയ്യിൽ വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, പിന്നെ സൗദി ബോർഡറിൽ നമ്മൾ പിന്നെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത ശേഷം സൗദി ബോർഡറിൽ പോയിട്ട് അവിടെ നിന്നും നമ്മൾ ഫിംഗർ പ്രിന്റ് കൊടുക്കണം. പിന്നെ ഫസ്റ്റ് വിസ ആണെങ്കിൽ ഫിംഗർ പ്രിന്റ് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ പോകുന്ന ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ പാസ്പോർട്ട് കൊടുത്തിട്ട് പിന്നെ സീൽ ചെയ്തിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് കൊടുക്കുക. എനിക്കിപ്പോൾ ഫിംഗർ പ്രിന്റ് കൊടുക്കുന്ന സമയത്താണ് എനിക്ക് കുറച്ച് കുഴപ്പങ്ങളുണ്ടാകാറ്. കുറച്ച് മുമ്പ് സൗദിയിൽ ഞാൻ ജയിൽ വഴിയായിട്ടാണ് നാട്ടിലേക്ക് പോയത്. അതായത് 20 വർഷം മുമ്പ് ഞാൻ സൗദിയിൽ ജോലി ചെയ്തിരുന്നു. ആ ജോലി ചെയ്ത സമയത്ത് പിന്നെ ഞാൻ കഫീലിൻ്റെ കൂടെ അല്ലാതെ വേറെ സ്ഥലത്ത് ജോലി ചെയ്തതിൻ്റെ പേരിൽ പിന്നെ അവിടുന്ന് പിടിച്ചിട്ട് ജയിൽ വഴിയാണ് ഞാൻ നാട്ടിലേക്ക് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു സംഗതി അവിടെ പിന്നെ കമ്പ്യൂട്ടറിൽ കിടക്കുന്നുണ്ട്. ആ കിടക്കുന്നതുകൊണ്ട് ഇനി ഞാൻ എപ്പോൾ സൗദിയിലേക്ക് എൻ്റർ ചെയ്യാൻ എൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ആ പഴയ കേസിൻ്റെ കാര്യങ്ങൾ സിസ്റ്റത്തിൽ വരും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വിഷയം ഈ ഫിംഗർ പ്രിൻ്റ് അവിടെ ഉണ്ടായ സമയത്ത് അവിടെ ഒരു വലിയൊരു മുദീർ പോലീസുകാരൻ വന്ന് നോക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ 20 വർഷം മുമ്പുള്ള ഒരു വിഷയമാണ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞതാണെന്ന് പറഞ്ഞപ്പം മൂപ്പര് ഓക്കെ കുഴപ്പമില്ല പറഞ്ഞിട്ട് മൂപ്പര തൊട്ടപ്പുറത്ത് വേറൊരു ഓഫീസിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് എന്ത് ചെയ്തു, ജസ്റ്റ് അവർ നോക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചു. ജസ്റ്റ് അവർ ഓക്കെ അടിച്ചു തന്നു. പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റം പേപ്പർ നമ്മൾ ഒരിക്കലും നമ്മൾ എവിടെയും കൊടുത്തു പോരാൻ പാടില്ല. ആ കസ്റ്റം പേപ്പർ വാങ്ങിയിട്ട് തന്നെ അപ്പോൾ നമ്മൾ കസ്റ്റം പേപ്പർ ഇപ്പോൾ ബഹ്റൈനിൽ നിന്ന് കിട്ടിയ കസ്റ്റം പേപ്പർ എടുത്തിട്ട് നമ്മൾ സൗദി ബോർഡറിൽ കൊടുക്കുമ്പം അവർ പറയും ഫിംഗർ പ്രിന്റ് എടുത്ത് വരും എന്ന് പറയുമ്പോൾ നമ്മൾ ഫിംഗർ പ്രിന്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം, നേരെ ഈ കസ്റ്റം പേപ്പർ വാങ്ങിയിട്ട് വേണം പോകാൻ. അതിനുശേഷം പിന്നെ നമ്മൾ ഈ പാസ്പോർട്ടിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ലഗേജ് കാര്യങ്ങൾ വണ്ടി ഫുള്ള് ചെക്കിംഗ് ആണ്. ഈ ചെക്കിങ്ങിന്റെ സ്ഥലത്ത് ഈ കസ്റ്റം പേപ്പർ കൊടുത്തിരിക്കണം. അപ്പൊ കസ്റ്റം പേപ്പർ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, അത് ഞാനത് വാങ്ങാൻ മറന്നതിന്റെ പേരിൽ തിരിച്ച് പിന്നെ ഈ ബഹ്റൈൻ്റെ ബോർഡറിന്റെ അവിടെ വന്നിട്ട് അത് വാങ്ങേണ്ട ഒരവസ്ഥ വന്നു. എനിക്ക് കുറച്ച് സമയം അവിടെ പിടിച്ചു. അപ്പോൾ അത് മറക്കാൻ പാടില്ല ഒരിക്കലും. അത് വാങ്ങിയിട്ട് എന്ത് ചെയ്യാം, പിന്നെ ലഗേജിന്റെ സംഗതികളും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. പിന്നെ നേരെ
നമ്മൾ പിന്നെ സൗദിയിലേക്ക് എൻ്റർ ചെയ്യുക. വളരെ ഈസിയാണ് ഈ സമയം. ഇപ്പം എനിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഏകദേശം കുറച്ച് സമയം പിടിച്ചത്. അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റിൻ്റെ ഒരു സംഗതി മാത്രമേ ഉള്ളൂ പിന്നെ സൗദിയിലേക്ക് പോവാൻ. തിരിച്ചു വരുന്ന സമയത്തും ഇപ്പോൾ എനിക്ക് ഫിംഗർ പ്രിന്റ് എടുത്ത സമയത്ത് പിന്നെ ചെറിയ പ്രശ്നം വന്നു. അപ്പം തൊട്ടടുത്തുള്ള ഒരു ഓഫീസിൽ പോയിട്ട് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി കാണിച്ചു, അവരോട് കാര്യം പറഞ്ഞു, അവരൊക്കെ കയറ്റി വിട്ടും ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് എനിക്ക് അത്ര വിഷയം ഉണ്ടാവില്ല. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എനിക്ക് ഇത്ര വിഷയങ്ങൾ ഉണ്ടാവില്ല. കാരണം ഈ ഒരു വിസയിൽ ഫസ്റ്റ് പോകുന്ന സമയത്തുള്ള പ്രശ്നങ്ങളാണിതെല്ലാം. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് അങ്ങനെ ഫിംഗർ പ്രിന്റും ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ പോയാൽ മതി. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഓഫീസിൽ പോയിട്ട് അവരുടെ കാര്യം പറയാം, അവർ എന്തെങ്കിലും ഓക്കെ അടിച്ചു തരും. അവിടെ മുതിർമാർ ഓക്കെ അടിച്ചു തരും. അത്രേ ഉള്ളൂ. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കാറിന്ന് പുറത്ത് ഇറങ്ങാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സൗദിയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ബഹ്റൈൻ്റെ ബോർഡറിൽ ഇത് കൊടുത്തു, സീലടിച്ചു, നേരെ പിന്നെ സൗദിയുടെ ബോർഡർ പോയി സീലടിച്ചു പോവുക. അത്രേ ഉള്ളൂ. വേറെ കാര്യമായിട്ട് പിന്നെ വളരെ തിരക്കുണ്ടെങ്കിൽ, വാഹനങ്ങളുടെ തിരക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് സമയം പിടിക്കുന്നുള്ളൂ. അല്ലാത്ത ഒരു സംഗതി ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ആ പാസ്പോർട്ട് കൊടുക്കുക, സീലടിക്കുക, പോവുക, അത്രേ ഉണ്ടാവുള്ളൂ. ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഓക്കെ, ഏതായാലും ഇതിൽ ശ്രമിച്ച എല്ലാവർക്കും നന്ദി.